Hi friends, welcome to Royal Cookery. ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് പൊറോട്ടയാണ്. വീശി അടിക്കാതെ നല്ല ലെയർ പൊറോട്ട എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കുകയാണ്. നല്ല സിമ്പിൾ ആയിട്ട് വളരെ വേഗത്തിൽ തയ്യാറാക്കാൻ പറ്റും ഈ പൊറോട്ട. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനു മുൻപ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂട്ടത്തിലെ ബെൽ ഐക്കൺ കൂടി ഒന്ന് അമർത്തിയേക്കുക. ഇവിടെ ഞാൻ 1 കിലോ മൈദാമാവാണ് എടുത്തിരിക്കുന്നത്. പൊറോട്ട ഉണ്ടാക്കാനായിട്ട് 1 കിലോ മൈദാമാവ്. ഞാനിവിടെ ഒരു കുഴി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 2 മുട്ട, 1 നുള്ളു സോഡാപ്പൊടി, 1 ടേബിൾ സ്പൂൺ പഞ്ചസാര, ഉപ്പ് ആവശ്യത്തിന്, ഇനി ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഇതിലേക്ക് ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുറേശ്ശെ മൈദാമാവ് ഇതിലേക്ക് എടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എല്ലാം കൂടെ ഒന്നിച്ചിട്ടങ്ങ് കുഴയ്ക്കരുത്. ഇത് കുറേശ്ശെ ഇവിടുന്ന് നീക്കി ഇട്ട് നമുക്കിങ്ങനെ കുഴച്ചെടുക്കാം. ഇനി നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഇത് നന്നായിട്ട് ഒന്നുകൂടി കുഴച്ചെടുക്കാം. ഈ മൈദ ഏറ്റവും നന്നായിട്ട് കുഴയ്ക്കുന്നതാണ് ഇതിൻ്റെ പൊറോട്ടയുടെ മയമെന്ന് പറയുന്നത്. ഇനി ഞാനിത് ഈ കൗണ്ടർ ടോപ്പിലിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാൻ പോവുകയാണ്. കൗണ്ടർ ടോപ്പിലേക്ക് ഒരല്പം വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചിട്ട് ഇനി ഇത് ഇവിടെ ഇട്ട് നമ്മൾ 2 കൈയും കൊണ്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം. പൊറോട്ട ഉണ്ടാക്കുന്നതിൻ്റെ ഏറ്റവും പ്രയാസപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഈ കുഴച്ചെടുക്കുന്നതാണ്. 2 കൈയും കൊണ്ടുകൂടി നന്നായിട്ട് കുഴച്ചെടുക്കണം. ഇനി ഇത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരല്പം എണ്ണ തടവിയിട്ട് ഇവിടെയൊക്കെ അല്പം എണ്ണ തടവി ഇതിനെ നമുക്കിതിൻ്റെ മുകളിലേക്കൊന്ന് വെച്ചേക്കാം. ഇതിൻ്റെ പുറത്തേക്ക് ഒരല്പം എണ്ണ തടവാം. ഇനി ഒരു നനഞ്ഞ തുണി എടുത്തിട്ട് ഇതിന് മുകളിലേക്കിട്ട് ഒന്ന് മൂടി വയ്ക്കും. ഒരു അരമണിക്കൂർ നമുക്കിതിനെ ഇങ്ങനെ വയ്ക്കാം. ഇതിപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞ് നമുക്കിനി ഇതൊന്ന് തുറന്ന് നോക്കാം. ഇനി നമുക്കിതൊന്ന് ബോളാക്കി വെക്കണം പൊറോട്ട അടിക്കാനായിട്ട്. അതിനായിട്ട് ഞാനിതൊന്ന് മുറിച്ചെടുക്കുകയാണ്. ഞാനൊരു 2 പൊറോട്ടയ്ക്കുള്ള ബോൾസായിട്ടാണ് ഇത് മാറ്റിയെടുക്കാൻ പോകുന്നത്. ഇങ്ങനെയുള്ള ബോൾസായിട്ട് നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. നമ്മളിതെല്ലാം ബോളാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരല്പം ഓയിൽ തടവി വയ്ക്കണം. എല്ലാ ബോളിലും ഒരല്പം ഓയിൽ തടവി ഇങ്ങനെ വയ്ക്കും.
അതിനുശേഷം നമുക്കിതിനെ ഒരു നനഞ്ഞ തുണി കൊണ്ട് ഒന്നുകൂടി മൂടി ഒരു 10 മിനിറ്റ് കൂടി ഒന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്കിത് പരത്തി തുടങ്ങാം. അത് ഈ കൗണ്ടർ ടോപ്പിലേക്ക് ഒരൽപ്പം ഓയിൽ തടവി കൊടുക്കും. ഇതിപ്പോൾ നമ്മൾ വീശി അടിക്കാതെ എങ്ങനെ പൊറോട്ട ഉണ്ടാക്കാമെന്നാണ് നോക്കുന്നത്. ഇതിപ്പോൾ ഞാൻ 2ആയിട്ട് മുറിക്കുകയാണ്. നമ്മൾ ഇതിൽ ഒരു കഷ്ണം ഇങ്ങനെ കയ്യിലെടുത്തിട്ട് ഇങ്ങനെ ഒന്ന് അടിച്ചാൽ ഇതിങ്ങനെ നീണ്ടു വരും. അതിനുശേഷം ഇതെടുത്ത് നമ്മുടെ കയ്യിലിങ്ങനെ ചുറ്റിയെടുക്കുക. ഇതിൻ്റെ ബാലൻസ് വരുന്നതിൻ്റെ അടിയിലേക്ക് വയ്ക്കാം. ഇതങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇങ്ങനെ അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതിൻ്റെ ഉള്ളിലേക്ക് ഒരല്പം എണ്ണയും കൂടെ തേച്ചിട്ട് ഇതിനെ അങ്ങ് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഒരു രീതിയിൽ ഇങ്ങനെ ഉണ്ടാക്കി. ഇനി ഞാനിവിടെ അടുത്ത ഒരു ബോൾ എടുത്തിട്ടുണ്ട്. ഇത് ഒറ്റ ഒരു പൊറോട്ടയ്ക്കുള്ള ബോളാണ്. ഇത് നമുക്ക് വളരെ നൈസായിട്ടൊന്ന് പരത്തിയെടുക്കാം. അതിനുശേഷം നമ്മൾ ഇതിനെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് മുറിക്കുകയാണ്. പക്ഷേ ഇത് ഫുള്ളായിട്ട് മുറിക്കരുത്. ഇത് ഇവിടെ വെച്ച് നിർത്തുക. അതിനുശേഷം നമ്മളൊരറ്റത്തുനിന്ന് ഇതിനെ ഇങ്ങനെ എടുത്തിട്ട് ഇതിങ്ങനെ അങ്ങ് എടുക്കുക. എടുത്തതിന് ശേഷം ഒന്നിൽ കയ്യിൽ വെച്ച് ചുറ്റുക, അല്ലെങ്കിൽ തറയിൽ വെച്ചിട്ട് ഇതിങ്ങനെ ചുറ്റിയെടുക്കുക. ബാലൻസ് വരുന്നതിൻ്റെ അടിയിലേക്ക് വയ്ക്കും. ഇനി ഇതിലൊരല്പം ഓയിലും കൂടി ഒഴിച്ചിട്ട് ഇതിനെ അങ്ങോട്ട് മാറ്റി വയ്ക്കും. അങ്ങനെ പൊറോട്ട എല്ലാം നമ്മൾ ചുറ്റിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ചുട്ട് തുടങ്ങണം. അതിനായിട്ട് ആദ്യം ഞാൻ ഒരല്പം ഡാൽഡ എടുത്തിട്ടുണ്ട്. ഈ ഡാൽഡ ഒന്ന് ഉരുക്കിയെടുക്കാം. ഡാൽഡയും വെജിറ്റബിൾ ഓയിലും കൂടെ ചേർത്തിട്ടാണ് നമ്മളിത് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം ഈ ഡാൽഡ ഒന്ന് ഉരുക്കിയെടുത്തുകൊണ്ട് വരാം. നമ്മൾ ഡാൽഡ ഉരുക്കിയെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ അല്പം വെജിറ്റബിൾ ഓയിലും കൂടി ഒഴിക്കുകയാണ്. ഇത് രണ്ടും കൂടി ചേർത്താണ് നമ്മൾ പൊറോട്ട ചുടാൻ പോകുന്നത്. ഇത് ചുടാനായിട്ട് മാത്രമേ ഡാൽഡ ഉപയോഗിക്കാവേ. ഇനി ഇത് ചുടാനായിട്ട് നമുക്ക് പരത്തിയെടുക്കാം. ആദ്യം ഇവിടേക്ക് ഒരല്പം ഓയിൽ ഒഴിച്ചു കൊടുക്കണം. അതിന് ശേഷം ഇതുപോലെ ഒരു പൊറോട്ട ഒന്ന് കൈയും കൊണ്ട് പരത്തിയെടുക്കുക, അല്ലെങ്കിൽ ചപ്പാത്തി പരത്തുന്ന ഇതുകൊണ്ട് പരത്തിയെടുക്കുക.
ഞാൻ പൊറോട്ട ചുടാനായിട്ടൊരു പാന് ചൂടാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആദ്യം നമുക്കൊരല്പം ഓയിൽ തടവി കൊടുക്കാം. ഈ ഒരല്പം ഓയിൽ ഈ പൊറോട്ടയുടെ മുകളിലേക്കൂടെ ഒഴിച്ചു കൊടുക്കണം. അങ്ങനെ രണ്ട് വശവും നന്നായിട്ട് വേവുന്നത് വരെ നമുക്കിതിന് ചുട്ടെടുക്കാം. ഇതിപ്പോൾ ആയിട്ടുണ്ട്, മാറ്റിയേക്കാം. ഇനി പൊറോട്ട നന്നായിട്ട് സോഫ്റ്റ് ആയി കിട്ടാൻ വേണ്ടി ഇതൊന്ന് അടിച്ചെടുക്കണം. അപ്പം ഇങ്ങനെ അടിച്ചു കഴിയുമ്പോൾ മാത്രമാണ് നമുക്കിതിൻ്റെ ലെയർ ഇങ്ങനെ കിട്ടത്തുള്ളൂ. കണ്ടില്ലേ? അങ്ങനെ നമ്മുടെ പൊറോട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ശരിക്കും നല്ല ലെയർ ആയിട്ടൊക്കെ കിട്ടിയിട്ടുണ്ട് ഇത്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. താങ്ക് യു.